സന്ദീപ് വാര്യർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സന്ദീപ്, പാലക്കാട് പെട്ടി വിവാദം സന്ദീപിന് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ നിലമ്പൂരിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യമാണ്. UDFന്റെ പെട്ടി മാത്രം തുറന്നു കണ്ടാൽ മതിയോ പോലീസിന്? ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം പാലക്കാട് നടത്തിയതുപോലെയുള്ള ചീപ്പായിട്ടുള്ള വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്താൻ വേണ്ടി ചില നടപടികൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. ഇവിടെയും വടകരയിൽ സ്ക്രീൻഷോട്ട് വിവാദം പോലെ അതല്ലെങ്കിൽ പാലക്കാട്ടെ പെട്ടി വിവാദം പോലെ ഒന്നുണ്ടാക്കാനും UDFനെ തളർത്താനും UDFന്റെ പ്രവർത്തകരെ തളർത്താനും UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും വേണ്ടിയുള്ളൊരു ബോധപൂർവമായ പരിശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ MP-യുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെയും ഒക്കെ വാഹനങ്ങൾ തടയുന്നു, പെട്ടി പരിശോധിക്കുന്നു, നട റോഡിലേക്ക് പെട്ടി ഇറക്കി വെച്ച് പരിശോധിക്കുന്നു. അപ്പൊ കരുതിക്കൂട്ടി അപമാനിക്കുക, അവഹേളിക്കുക എന്നൊരു ഉദ്ദേശം ഇതിന് പുറകിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നിരവധി CPM ഇടതുപക്ഷ MLA-മാരുടെ വാഹനങ്ങൾ, MP-മാർ അവർക്ക് അധികമില്ല, MLA-മാരുടെ വാഹനങ്ങൾ ഇവിടെ ബോർഡ് വെച്ച് കുറെ ദിവസമായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളുടെയും വാഹനം തടയുന്നില്ല, ഒരാൾക്കും പരിശോധനയില്ല. അപ്പൊ UDFന്റെ MP-മാർ MLA-മാർ അവർക്ക് മാത്രമായിട്ട് പരിശോധന മാറ്റിയിരിക്കുകയാണ്. അപ്പൊ പരിശോധിക്കുന്നതിൽ തെറ്റില്ല. തെരഞ്ഞെടുപ്പ് കാലം ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ്. ഈ പരിശോധനയിൽ CPM-ന് പങ്കില്ല. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതെ, പരാതിയുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ, പ്രതിഷേധിക്കണോ വേണ്ടയോ, ഇതെല്ലാം ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടുള്ള പരിശോധനയാണെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചുമതല അദ്ദേഹത്തിനുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യം പറയാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇത് അസ്വാഭാവികതയുണ്ടെന്ന് ഞങ്ങൾ പറയാൻ കാരണം UDFന്റെ MP-മാരെയോ അല്ലെങ്കിൽ MLA-മാരെയോ മാത്രം പരിശോധിക്കുമ്പോഴാണ്. അത്തരത്തിലുള്ള പരിശോധന മാത്രം ഉണ്ടാകുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ MLA-മാർ, CPM-ന്റെ MLA-മാർ, നേതാക്കന്മാർ ഇവിടെ നൂറുകണക്കിന് പേർ തമ്പടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കും പരിശോധനയില്ല. ഇവിടെ ശ്രീ ഷാഫി പറമ്പിലിനെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയോ മുഖം കണ്ട് തിരിച്ചറിയാതെ പോയതാണ് എന്നൊരു വിശദീകരണം ഉദ്യോഗസ്ഥർ നൽകുന്ന സമയത്ത് അത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് നമുക്കറിയാലോ. അപ്പൊ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും നേരിട്ടറിയാവുന്ന മുഖപരിചയമുള്ള ശ്രീ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള കേരളത്തിലെ രണ്ട് യുവ രാഷ്ട്രീയ നേതാക്കളെ മുഖം കണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാണ്? അപ്പോൾ അതൊക്കെ വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ട് UDFനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി കരുതി കൂട്ടി അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഇത് തന്നെയാണ് പാലക്കാടും കണ്ടത്. അർദ്ധരാത്രി സ്ത്രീകളടക്കമുള്ള നേതാക്കളുടെ റൂമുകളിൽ തട്ടി ഒരു തരത്തിലുള്ള സരിനെ വിളിച്ചിരുന്നു. സരിൻ നിലമ്പൂരുണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്നാ സരിൻ പറയുന്നത്. അല്ല, പാലക്കാടുണ്ടായ ഡാമേജ് സരിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും സരിൻ അക്കാര്യത്തിലൊന്നും പറയാത്തത്. പക്ഷേ ഇവിടെ CPM വീണ്ടും UDFന്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ശ്രീ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തരത്തിൽ ഒരു ഹണ്ടിങ് നടത്തുകയാണ്. നമുക്ക് ഇതിനോട് ഒരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസിക്കും യോജിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കേണ്ട കാര്യമാണ്. അവിടെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭൂഷണമല്ല. അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് പെരുമാറുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇവിടെ CPM-ന് വേണ്ടി പണിയെടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ, ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാർ, അവർ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ UDFന് ലഭിക്കുന്ന മേൽക്കൈ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ പരിശ്രമമായിട്ടേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. UDFന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അംഗീകാരത്തിലും നിലമ്പൂരിൽ UDFന് അനുകൂലമായി വന്നിട്ടുള്ള വലിയ തരംഗത്തിലും CPM അസ്വസ്ഥരാണ്, LDF അസ്വസ്ഥരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ ഈ പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, MP-യുടെ MLA-യുടെയും പെട്ടിയെടുത്ത് നട റോട്ടിലേക്ക് ഇട്ടിട്ടാണ് പരിശോധിക്കുന്നത്. ഇതെന്ത് മാന്യതയാണ്, എന്ത് മര്യാദയാണ്? മാത്രമല്ല MP-നെ തുറന്നു കാണിക്കണം എന്നും പറഞ്ഞു. അല്ല, അതാ പറയുന്നത്. ഇതിപ്പോ നട റോഡിലേക്ക് ഇത് ഇറക്കിയിട്ട് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ അപമാനിക്കുക, അവഹേളിക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ള വ്യക്തമാണല്ലോ. അതാ വാഹനത്തിനുള്ളിൽ വെച്ച് അവർക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇത് കരുതി കൂട്ടിയിട്ടുള്ളതാണ്. UDFന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ കരുതിക്കൂട്ടി അവഹേളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രഹസനം ഇത് നിലമ്പൂരിലെ ജനത തിരിച്ചറിയും. പാലക്കാട്ട് സംഭവിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഈ നിലമ്പൂരിൽ LDFനും അല്ലെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും നേരിടേണ്ടി വരും. ശരി, വളരെയധികം നന്ദി സന്ദീപ് വാര്യർ സംസാരിച്ചതിന്.